ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം 2 കൊരിന്ത്യർ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തികൾ 19 അധ്യായം 33 വാക്യം. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിവാദിപ്പാൻ ഭാവിച്ചു. സഞ്ചരിക്കുന്ന സുവിശേഷത്തെ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തികൾ. വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ഈ സുവിശേഷ യാത്ര തുടരുന്നതായി നമ്മൾ കാണുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷ മൂലം എഫെസോസിലെ വിഗ്രഹ ശില്പികളുടെ വ്യാപാരം അനിശ്ചിതത്വത്തിലാകുന്നു. ഇതിൽ അസംതൃപ്തരായ ദെമത്രിയോസും മറ്റു ശില്പികളും അവിടെ വലിയ കലാപം സൃഷ്ടിക്കുന്നു. അങ്ങനെ എഫെസോസിലെ കലാപത്തിൻ്റെ സംഭവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു യഹൂദനായിരുന്നു അലക്സാണ്ടർ. ദെമേത്രിയോസ് എഫെസോസിൽ നയിച്ച കലാപത്തിൽ പൗലോസിനെതിരായ കോപമുയർന്നപ്പോൾ യഹൂദന്മാർ തങ്ങൾ ആ കലാപത്തിന് ഉത്തരവാദികളല്ലെന്ന് വ്യക്തമാക്കുവാനായി ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് തള്ളിവിടപ്പെട്ട വ്യക്തിയായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടറിനെ കുറിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ അല്പമായി ചിന്തിക്കാം. ഒന്നാമതായിട്ട്, മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന വ്യക്തി. ഇവിടെ യഹൂദന്മാർ അലക്സാണ്ടറിനെ മനഃപൂർവ്വം മുന്നിലേക്ക് തള്ളിവിടുന്നു. കാരണം പൗലോസ് നടത്തിയ സുവിശേഷ പ്രഘോഷണവുമായോ അതിനെതിരായി അവിടെ നടന്ന ലഹളയിലോ തങ്ങൾക്ക് യാതൊരു വിധ പങ്കും ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. ഈ സംഭവങ്ങൾ അപ്പോസ്തലപ്രവൃത്തികൾ 19 അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ 33 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സാണ്ടറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു എന്ന് കാണുന്നു. മാത്രവുമല്ല, റോമ സർക്കാരിന് നേരെ യഹൂദന്മാർക്ക് മറ്റു തരത്തിലെ വിരോധമില്ല എന്ന് കാണിക്കുവാനും വേണ്ടിയിട്ട് ആയിരുന്നു ഇത്തരത്തിൽ ചെയ്തത്. അങ്ങനെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും തൻ്റെ സമുദായത്തെ പ്രകീർത്തിക്കുവാനായിട്ട് ധൈര്യം കാണിക്കുന്ന വ്യക്തിയായിട്ട് അലക്സാണ്ടറിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട്, തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുവാനായി ശ്രമിക്കുന്ന വ്യക്തി. അലക്സാണ്ടറിനെ പുരുഷാരം സംസാരിപ്പാനായിട്ട് ഇവിടെ നിർബന്ധിക്കുന്നു. 33 വാക്യത്തിൽ നമ്മൾ കുറിവാക്യമായി വായിച്ചെടുത്ത് അതാണ് കാണുവാൻ സാധിക്കുന്നത്. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിവാദിപ്പാൻ ഭാവിച്ചു എന്ന് കാണുന്നു. എന്നാൽ അദ്ദേഹം ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കിയ ജനക്കൂട്ടം എഫേസ്യരുടെ അർത്തമിസ് മഹാദേവി എന്ന് അവിടെ അത്യുച്ചത്തിൽ 2 മണിക്കൂർ ഏകകണ്ഠമായി വിളിച്ചു കൂവി എന്നാണ് പറയുന്നത്. ഏക ശബ്ദത്തോടെ അവർ ആർത്തുകൊണ്ടിരുന്നു എന്ന് തിരുവചനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഒന്നും വിശദീകരിക്കുവാനായിട്ട് ആ സന്ദർഭത്തിൽ കഴിയുന്നില്ല. തുടർന്ന് നഗര അധ്യക്ഷൻ ജനത്തെ ശാന്തമാക്കുകയും നിയമപരമായ മാർഗങ്ങൾ പാലിക്കണമെന്ന താക്കീതോടെ ആ കലാപം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ അലക്സാണ്ടർ നേരിട്ടതായ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, സമൂഹത്തിൽ ഒരു പ്രതികൂലത നേരിട്ടിട്ടും തൻ്റെ സമൂഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുവാൻ അദ്ദേഹം ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ശുശ്രൂഷയിലും ഇത്തരത്തിലെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ അനവധിയാണ്. അവയെ ദൈവത്തോട് ചേർന്ന് തരണം ചെയ്യുവാനായിട്ട് സാധിക്കണം. പൗലോസിനെ പോലെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ക്രിസ്തീയ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിലൂടെ പുത്തൻ സാധ്യതകൾ ഞങ്ങൾക്കായി ഒരുക്കി തരണമേ. ആമേൻ.